Today our topic is cooling and dehumidification. അപ്പോൾ നമ്മൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു പ്രോസസ്സ്. അതോടൊപ്പം തന്നെ സെൻസിബിൾ കൂളിങ്ങും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൂളിങ്ങും സംഭവിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ കാണിക്കുകയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രം നോക്കാം. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് 1 ആണ്. അതായത് നമ്മുടെ എയർ ഇരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ പോയിൻ്റ് 1 ആണ്. ആ പോയിൻ്റ് 1-ൽ W1 എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. പോയിൻ്റ് 1-ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1 ആണ്. പോയിൻ്റ് 1-ലെ എൻതാൽപ്പി H1 ആണ്. ഇനി ഈ പോയിൻ്റ് 1-ലുള്ള മോയ്സ്ചറിനെ 2 എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, 2 എന്ന കണ്ടീഷനിൽ എത്താൻ നേരത്തെ എന്താ സംഭവിച്ചത്? 2-ൽ ഒരു എൻതാൽപ്പി ഉണ്ട് H2, 2-ലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W2, 2-ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD2. അപ്പോൾ 1 to 2 പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അവിടെ കൂളിംഗാണ് സംഭവിച്ചത്. കാരണം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നു. കാരണം W1-ൽ നിന്ന് W2-ലേക്ക് എത്തി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറഞ്ഞു. അപ്പോൾ ഈ 1 to 2 എന്ന് പറയുന്ന കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? കൂളിങ്ങും സംഭവിച്ചു, അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിച്ചു. അതായത് മോയ്സ്ചർ റിമൂവ് ചെയ്യാനും സാധിച്ചു, എയറിനെ കൂൾ ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൂളിംഗ് കോയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് കോയിലിൽ കൂടെ കടത്തി വിടുന്നു. ഈ കൂളിംഗ് കോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. താഴ്ന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റൈറ്റ് സൈഡിലെ ഡയഗ്രം നോക്കാം. അവിടെയും 1 to 2 പ്രോസസ്സ് നമ്മൾ കാണിച്ചു. ഈ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. അതായത് കൂളിംഗ് കോയിൽ ഇരിക്കുന്നത് ഏത് ടെമ്പറേച്ചറാണോ ആ ടെമ്പറേച്ചറാണ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ് പോയിൻ്റ് 4. നമ്മൾ ആ ടെമ്പറേച്ചറിനെ ഒരു പേര് വിളിക്കും. കൂളിംഗ് കോയിൽ ടെമ്പറേച്ചറിനെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അങ്ങനെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 1 ആണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള എയർ. അപ്പോൾ ഈ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അതായത് 1 എന്ന കണ്ടീഷനിൽ ഒരു മോയ്സ്ചർ ഇരിക്കുകയാണ്, മോയ്സ്ചർ അല്ല, ഒരു വെറ്റ് പേപ്പർ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ 1 എന്ന കണ്ടീഷനിൽ ഒരു മോയ്സ്റ്റ് എയർ, അതായത് നമ്മുടെ വെറ്റ് വേപ്പറും അതായത് വാട്ടർ വേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈ എയറും ഉണ്ട്. ആ ഒരു മിക്സ്ചറാണ് നമ്മുടെ മോയ്സ്റ്റ് എയർ. അപ്പോൾ 1 കണ്ടീഷനിലുള്ള മോയ്സ്റ്റ് എയർ, അതിനകത്ത് വാട്ടർ വേപ്പറുണ്ട്. ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ആവുന്ന ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പോയിൻ്റ് 1-ൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ആ ഹൊറിസോണ്ടൽ ലൈൻ ഈ സാറ്റുറേഷൻ കർവിൽ മുട്ടുമ്പോൾ ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എന്താണോ, മീൻസ് ആ പോയിന്റിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ആ പോയിന്റിലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ എന്താണോ അതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. പക്ഷേ നമ്മുടെ കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ആണ്. എന്ന് പറഞ്ഞാൽ 3 എന്ന അവിടുത്തെ ടെമ്പറേച്ചറിനേക്കാളും വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് കോയിലിരിക്കുക. എന്ന് പറഞ്ഞാൽ കോയിൽ ഈ 1 എന്ന കണ്ടീഷനിലുള്ള മോയ്സ്റ്റ് എയറിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്താണോ അതിനേക്കാളും വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് കൂളിംഗ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഈ കൂളിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? കൂളാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള വാട്ടർ വേപ്പറിൽ കുറച്ച് കണ്ടൻസ് ചെയ്ത് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1 to 2 പ്രോസസ്സ് ഇങ്ങനെ വന്നത്. കൂളിങ്ങും സംഭവിച്ചു, ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് 4 അല്ലെങ്കിൽ നമ്മൾ കൂളിംഗ് കോയിലിൻ്റെ ആ ടെമ്പറേച്ചർ അതിനെ വിളിക്കുകയാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ഇതാണ് കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ. കൂളിങ്ങും സംഭവിക്കുന്നു, ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നു. ഇനി ഈ ഒരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ 1 to 2 പ്രോസസ്സ് എടുത്തു. ദെൻ 2-ൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു.
ദെൻ 1 നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എ. ഇനി പോയിൻ്റ് എയിലെ എൻതാൽപ്പിനെ HA എന്ന് വിളിച്ചു, പോയിൻ്റ് 1ലെ എൻതാൽപ്പിനെ H1, പോയിൻ്റ് 2ലെ എൻതാൽപ്പി H2. അപ്പോൾ നമ്മൾ ഈ 1 to 2, അതായത് 1 to 2 ആണ് നമ്മുടെ പ്രോസസ്സ് എങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് 1 to 2 1 A എന്നും അതുപോലെ തന്നെ A2 എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തു. അതായത് 1 to 2 പ്രോസസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് 1A എന്നും A2 എന്നും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1A എന്ന് പറയുന്ന പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഡീഹ്യൂമിഡിഫിക്കേഷൻ മാത്രമാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ ലേറ്റൻ്റ് ഹീറ്റ് മാത്രമേ ഉള്ളൂ. ആ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H1 മൈനസ് HA എന്നായിരിക്കും. ഇനി A2 പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഔത്തിൽ എന്തേ ഉള്ളൂ? സെൻസിബിൾ കൂളിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ആ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? HA മൈനസ് H2. അപ്പോൾ ഈ 1 to 2 പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെയുണ്ട്? സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻ്റ് ഹീറ്റും ഉണ്ട്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് HA മൈനസ് H2, ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് H1 മൈനസ് HA. അപ്പോൾ നമുക്ക് ഈ 1 to 2 പ്രോസസ്സിൽ ഒരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും പറയാം. എങ്ങനെ? സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ്. അപ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ദിസ് പ്രോസസ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ സമ്മർ എയർ കണ്ടീഷനിങ്. നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അവസാനം നമ്മൾ എന്താണ് സമ്മർ എയർ കണ്ടീഷനിങ്, അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പഠിക്കും. അതിൻ്റെ ധാരാളം പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് ഔത്തിൽ നടക്കുന്ന കാര്യം ഇതാണ്. കൂളിംഗ് ചെയ്യുകയും ഡീഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേസ് അത് ഹ്യൂമിഡിറ്റി കൂടിയ റീജിയൻസ് ആണ് എങ്കിൽ ചൂട് കാലത്ത് പുറത്തുനിന്ന് എയർ എടുത്ത് ആ പുറത്ത് നിന്ന് എയറിനെ കൂൾ ചെയ്യുന്ന സമയത്ത് ആ എയറിനെ കൂൾ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ എയറിനകത്തുള്ള ഹ്യൂമിഡിറ്റി കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആ ഔത്തിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സമ്മർ എയർ കണ്ടീഷനിൽ കാണും. അപ്പോൾ ഇൻ ദിസ് പ്രോസസ് ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ഡിക്രീസസ്. ഇവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ദ ഡീഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് കൂളിംഗ് ഈസ് പോസിബിൾ വെൻ ദ എഫക്റ്റീവ് സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ കൂളിംഗ് കോയിൽ ഈസ് ലെസ് ദാൻ ദ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ എൻറ്ററിങ് ദ കോയിൽ. അതായത് കോയിലിലേക്ക് എൻട്രി ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ആ കണ്ടീഷനുള്ള എയറിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ഈ പോയിൻ്റ് 3. ആ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മുടെ കോയിൽ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും കൂളിങ്ങും നടക്കും, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. അപ്പോൾ അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുക. ദെൻ ദ എഫക്റ്റീവ് സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ കോയിൽ ഈസ് നോൺ ആസ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്, ADP എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ കോയിൽ ടെമ്പറേച്ചർ, കോയിലിൻ്റെ സർഫസ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ADP എന്ന് പറയും. അപ്പോൾ അതാണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഇനി പോയിൻ്റ് 1ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1, അതുപോലെ തന്നെ TDP1 ഉണ്ട്, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് ദ എൻറ്ററിങ് എയർ. അതാണ് നമ്മൾ ഈ പോയിൻ്റ് 3 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് 3ലെ എന്താണോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പോയിൻ്റ് 3ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും സെയിം ആണ്. അപ്പോൾ ഈ പോയിൻ്റ് 3ലെ ആ ടെമ്പറേച്ചർ എന്താണോ അതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു പോയിൻ്റ് 1. ദെൻ TD4 എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്, പോയിൻ്റ് 4. പോയിൻ്റ് 4ന് കറസ്പോണ്ടിങ് ആയുള്ള ടെമ്പറേച്ചറാണ് TD4, അതാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്. ദെൻ ഇവിടെയും നമുക്കറിയാം ബൈപ്പാസ് ഫാക്ടർ ഉണ്ട്, കാരണം കൂളിംഗ് കോയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈപ്പാസ് ഫാക്ടർ ഉണ്ട്. എന്താണ് ബൈപ്പാസ് ഫാക്ടർ? ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ ഓൾറെഡി പറഞ്ഞു, TD2, അതായത് ആക്ച്വൽ എക്സിറ്റ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ TD2 മൈനസ് TD4.
ഡിവൈഡ് ബൈ ടി ഡി വൺ മൈനസ് ടി ഡി ഫോർ. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് ടി ഡി ടു മൈനസ് ടി ഡി ഫോർ ഡിവൈഡ് ബൈ ടി ഡി വൺ മൈനസ് ടി ഡി ഫോർ. ഈ ടി ഡി ഫോറിനെ നമ്മൾ മറ്റൊരു പേരാണ് വിളിക്കുന്നത് എ ഡി പി. ഓൾറെഡി പറഞ്ഞു, അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ടി ഡി ടു മൈനസ് എ ഡി പി ഡിവൈഡ് ബൈ ടി ഡി വൺ മൈനസ് എ ഡി പി. ഇനി ഈ ഒരു 1 to 2 പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻ്റ് ഹീറ്റും ഉണ്ട്. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത് എച്ച് എ മൈനസ് എച്ച് ടു ആണ്. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് എച്ച് വൺ മൈനസ് എച്ച് എ ആണ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് റിമൂവ് ചെയ്തത് എച്ച് എ മൈനസ് എച്ച് ടു, ലേറ്റൻ്റ് ഹീറ്റ് റിമൂവ്ഡ് എച്ച് വൺ മൈനസ് എച്ച് എ. അതായത് ഈ 1 to 2 പ്രോസസ്സിനെ നമ്മൾ 2 ഹീറ്റായിട്ട് ഡിവൈഡ് ചെയ്തു, ലേറ്റൻ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. സെൻസിബിൾ ഹീറ്റിൽ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലേറ്റൻ്റ് ഹീറ്റിൽ ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വേരി ചെയ്യും, ബട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 1 to 2 എന്ന് പറയുന്ന 1 നിന്ന് 2 എത്താൻ 2 ഹീറ്റ് റിമൂവ് ചെയ്യണം, ലേറ്റൻ്റ് ഹീറ്റും ദെൻ സെൻസിബിൾ ഹീറ്റും. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എച്ച് എ മൈനസ് എച്ച് ടു, ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് വൺ മൈനസ് എച്ച് എ. അങ്ങനെയെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ പറയാം, എസ് എച്ച് സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റാണ്. അതിൽ സെൻസിബിൾ ഹീറ്റ് എച്ച് എ മൈനസ് എച്ച് ടു, ദെൻ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് വൺ മൈനസ് എച്ച് എ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്, നമുക്ക് വായിക്കാം. ദ അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ്, ഇത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, 300 അല്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ദ അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ എടുക്കുന്നു, ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 75% ആണ്. ദെൻ എൻറ്റേഴ്സ് എ കൂളിംഗ് കോയിൽ അറ്റ് ദ റേറ്റ് ഓഫ് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അപ്പോൾ ഈ 30 ഡിഗ്രി സെൽഷ്യസും 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുള്ള എയർ കൂളിംഗ് കോയിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന അതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. ദെൻ ദ കോയിൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെയും ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, 140 അല്ല 14 ആണ്, 14 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ ബൈപ്പാസ് ഫാക്ടർ ഓഫ് ദ കോയിൽ ഈസ് 0.1. അതായത് പുറത്തുനിന്ന് എയറിനെടുക്കുന്നു, ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 75% ആണ്. ആ എയർ കോയിലിന് പുറത്തൂടെ കടന്നു പോകുന്നു. കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 14 ഡിഗ്രി സെൽഷ്യസ് ആണ്, കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ദ കൂളിംഗ് കോയിൽ, അതായത് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? കാരണം ബൈപ്പാസ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചറിലേക്ക് ഒരിക്കലും എക്സിറ്റ് എയർ വരത്തില്ല, എക്സിറ്റ് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരത്തില്ല. അപ്പം അതുകൊണ്ട് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ദ കൂളിംഗ് കോയിൽ. ഇനി സെക്കൻഡ് വൺ, ദ കപ്പാസിറ്റി ഓഫ് ദ കൂളിംഗ് കോയിൽ ഇൻ ടൺസ് ഓഫ് റെഫ്രിജറേറ്റർ. കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ദെൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് വാട്ടർ വേപ്പറാണ് റിമൂവ് ചെയ്യുന്നത്? കാരണം ഈ ഒരു പ്രോസസ്സ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ നമുക്കിങ്ങനൊരു പ്രോബ്ലം തരുമ്പോൾ അത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നുണ്ട് എന്ന്. കാരണം ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നുണ്ട്. പിന്നെ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻട്രി ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. പക്ഷേ കൂളിംഗ് കോയിൽ ഇരിക്കുന്നത് 14 ഡിഗ്രി സെൽഷ്യസിലായതുകൊണ്ട് തന്നെ അവിടെ കൂളിങ്ങും സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് എന്ന് പറയാം.
എന്നിരുന്നാലും നമുക്കത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് 30°C ഡ്രൈ ബൾബ്, 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഈ ഒരു കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടെത്തണം. ആ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറാണ് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് എന്ന്. ദെൻ ലാസ്റ്റ് കാര്യം നമുക്ക് കണ്ടെത്തേണ്ടത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഡയഗ്രാം ഞാൻ ആദ്യമേ കാണിച്ചു, കാരണം നമുക്ക് ചെക്ക് ചെയ്യണം, എങ്കിലും തുടക്കത്തിലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. 0.1 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 0.1 എന്ന് പറയുന്നതാണ് ഔട്ട്സൈഡ് കണ്ടീഷൻ. 30°C ഡ്രൈ ബൾബും 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 30°C ഡ്രൈ ബൾബിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുമായിട്ട് മുട്ടുന്നു. ആ മുട്ടുന്ന ആ ഒരു പോയിൻ്റ്, അതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. 0.1 മാർക്ക് ചെയ്തു. ദെൻ അതിനുശേഷം നമുക്ക് ഈ 0.1 നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. ആ മുട്ടുമ്പോൾ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നോക്കുന്നു. ആ ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് നമ്മുടെ കോയിൽ ടെമ്പറേച്ചർ എങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെന്ന്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആദ്യം 0.1 മാർക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോയിലിൻ്റെ ടെമ്പറേച്ചറായ 14°C മാർക്ക് ചെയ്യാം. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സാച്ചുറേഷൻ കർവിലായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ 0.1 മാർക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ കാരണം 0.1 നമുക്ക് എവിടെ മാർക്ക് ചെയ്യണമെന്നറിയാം. സൈക്കോമെട്രിക് ചാർട്ടിൽ ഏതെങ്കിലും 2 പാരാമീറ്റർ എന്നാൽ നമുക്ക് മാർക്ക് ചെയ്യാം. സോ 0.1 മാർക്ക് ചെയ്യാം. 0.4 മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 14°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. ആ മുട്ടുന്ന പോയിൻ്റാണ് 0.4. അപ്പോൾ 0.1ഉം 0.4ഉം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. ഇനി ഗിവൺ ഡേറ്റയാണ്. അതിൽ 30°C ആണ് ടെമ്പറേച്ചർ, 75% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. പിന്നെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 200 m3/min ആണ്. കോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് 14°C ആണ്. ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് 0.1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ലീവിങ് ദ കൂളിംഗ് കോയിൽ, അതായത് ഈ കേസിൽ 0.2 കണ്ടീഷൻ നമുക്കറിയണം. ഇപ്പം നിലവിൽ നമുക്ക് 1ഉം 4ഉമേ ഉള്ളൂ. സോ 1 to 4 ഒരു ലൈൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 എന്ന് പറയുന്നത് ഏത് ലൊക്കേഷനിലാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ 2 കണ്ടെത്തി കഴിഞ്ഞാൽ ആ 2വിലെ ടെമ്പറേച്ചർ എത്രയാണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് അത് TD2 എന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രം. ആ TD2 കണ്ടുപിടിക്കണം, കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം, എത്ര എമൗണ്ട് വാട്ടർ വേപ്പർ റിമൂവ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടെത്തണം. അപ്പോൾ ഇക്വേഷൻസ് എന്തൊക്കെ നമുക്കറിയാം. എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് പെർ മിനിറ്റ്, അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂളിംഗ് കോയിൽ പുറത്തൂടെ ഫ്ലോ ചെയ്യുന്ന ആ എയറിൻ്റെ മാസ്, ആ മാസ് ഇൻറ്റു W2 മൈനസ് W1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വാട്ടർ വേപ്പറാണ് റിമൂവ് ചെയ്തത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ദെൻ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, അതായത് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ TD2 മൈനസ് ADP ഡിവൈഡ് ബൈ TD1 മൈനസ് ADP. സോ അതാണ് TD2 മൈനസ് ADP ഡിവൈഡ് ബൈ TD1 മൈനസ് ADP. ദെൻ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റാണ്. നമുക്കത് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. HA മൈനസ് H2 ഡിവൈഡ് ബൈ H1 മൈനസ് H2. അപ്പോൾ നമുക്ക് 2 നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ 2വിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, 1ൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് A. ഇനി അതോടൊപ്പം തന്നെ എത്ര എമൗണ്ട് മാസ്, നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര എമൗണ്ടാണ് മാസ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. അതായത് നമുക്ക് ഡിസ്ചാർജ് അറിയാമെങ്കിൽ ആ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക്
പോയിൻ്റ് 1 എന്തുമാത്രം മാസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം മാസാണ് കൂളിംഗ് കോയിലിലേക്ക് പോകുന്നത് എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് 1 ഡിസ്ചാർജ് മീൻസ് കൂളിംഗ് കോയിലൂടെയുള്ള ഫ്ലോ റേറ്റ്, അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 200 m3/min. അപ്പോൾ ആ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ പോയിൻ്റ് 1 സ്പെസിഫിക് വോളിയം, അത് നമുക്ക് കിട്ടും. കാരണം പോയിൻ്റ് 1 സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്താൽ പോയിൻ്റ് 1 സ്പെസിഫിക് വോളിയം നമുക്ക് കിട്ടും. സോ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോയിൻ്റ് 1ഉം പോയിൻ്റ് 4ഉം മാർക്ക് ചെയ്യുന്നു. പോയിൻ്റ് 1 30°C അതുപോലെ 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അങ്ങനെ നമുക്ക് പോയിൻ്റ് 1 മാർക്ക് ചെയ്യാൻ പറ്റുന്നു. ദെൻ നമ്മൾ ഇനി എന്താ അടുത്ത ചെയ്യുന്നത്? പോയിൻ്റ് 1 ഡ്യൂ പോയിൻ്റ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടെത്തുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ പോയിൻ്റ് 1 നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു, എന്നിട്ട് അവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുന്നു. മീൻസ് അവിടെയുള്ള വെറ്റ് ബൾബ് നോക്കിയാലും മതി, അല്ലെങ്കിൽ ഡ്രൈ ബൾബ് നോക്കിയാലും മതി, രണ്ടും സെയിം ആയിരിക്കും. ആ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ കിട്ടിയത് 25.2°C ആണ്. നമ്മുടെ കൂളിംഗ് കോയിൽ ഇരിക്കുന്ന ഏത് ടെമ്പറേച്ചറാണ്? 14°C. പൗത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പ്രോസസ്സ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. കാരണം പോയിൻ്റ് 1 ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറാണ് കൂളിംഗ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, സിൻസ് ദ കോയിൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ADP ഈസ് ലെസ് ദാൻ ദ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് എൻറ്ററിങ് എയർ, സോ ദ പ്രോസസ് ഈസ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഓക്കെ, അതിനുശേഷം മാത്രമേ നമുക്ക് ആ സൈക്കോമെട്രിക് ചാർട്ടിൽ പ്രോസസ്സ് വരയ്ക്കാൻ സാധിക്കൂ. കാരണം പോയിൻ്റ് 2 എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ പോലും സാധിക്കൂ, അല്ലെങ്കിൽ 1 to 4 ലൈൻ വരയ്ക്കാൻ സാധിക്കൂ. എങ്കിലും നമ്മൾ നേരത്തെ കാണിച്ചു എന്ന് മാത്രം. ദെൻ നമുക്ക് മനസ്സിലായി ഇത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ദെൻ 1 മാർക്ക് ചെയ്യുന്നു, 4 മാർക്ക് ചെയ്യുന്നു, 1 to 4 ലൈൻ വരയ്ക്കുന്നു. ഇപ്പോഴും നമുക്ക് 2 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കറിയില്ല. ഇനി ദ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ദ കൂളിംഗ് കോയിൽ, അതായത് പോയിൻ്റ് 2 ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, TD2. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബൈപ്പാസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ബൈപ്പാസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TD2 മൈനസ് ADP ഡിവൈഡ് ബൈ TD1 മൈനസ് ADP. അപ്പോൾ ഇതിൽ ബൈപ്പാസ് ഫാക്ടർ നമുക്കറിയാം, TD2 അറിയാം, ADP അറിയാം, TD1 മാത്രമാണ് അറിയാത്തത്. TD1 അറിയാം, ADP അറിയാം, ബൈപ്പാസ് ഫാക്ടർ അറിയാം. പോയിൻ്റ് 2 ഡ്രൈ ബൾബ് ടെമ്പറേച്ചറായ TD2 മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ TD2 നമുക്ക് 15.6°C എന്ന് കിട്ടുന്നു. അതായത് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ 15.6°C ആണ്. കാരണം ബൈപ്പാസ് ഫാക്ടർ വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അടുത്ത് കിട്ടിയത്. ഈ ബൈപ്പാസ് ഫാക്ടർ കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഈ കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ നമുക്ക് 15.6 എന്ന ടെമ്പറേച്ചർ കിട്ടി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ദെൻ ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ആയിട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ആ വെർട്ടിക്കൽ ലൈൻ ഈ 1-4 എന്ന ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് 2 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ നമുക്കിനി കാണേണ്ടത് കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റിയാണ്. കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി കാണാൻ വേണ്ടി നമ്മൾ ആദ്യം പോയിൻ്റ് 1 W1 സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് കിട്ടി. പോയിൻ്റ് 2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ എന്താണോ ആ വാല്യൂ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ പോയിൻ്റ് 1 W1 ആ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണെന്നുള്ളത് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്തു. ആ വാല്യൂ ഡയറക്റ്റ് ഇവിടെ എഴുതിയെന്ന് മാത്രം. അതുപോലെ പോയിൻ്റ് 2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ എന്താണ് എന്ന് നമ്മൾ എഴുതി. ഇനി അതിനുശേഷം പോയിൻ്റ് 1 സ്പെസിഫിക് വോളിയം നമ്മൾ കണ്ടെത്തി, അതും സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നു പോയിൻ്റ് 1 സ്പെസിഫിക് വോളിയം. ദെൻ പോയിൻ്റ് 1 എൻതാൽപ്പി H1 കണ്ടുപിടിക്കുന്നു, പോയിൻ്റ് 2 എൻതാൽപ്പി H2 കണ്ടുപിടിക്കുന്നു. ഇനി അതുപോലെ തന്നെ പോയിൻ്റ് എയിലെ എൻതാൽപ്പി ആയ HAയും കണ്ടുപിടിച്ചു. അതായത് എയിലെ എൻതാൽപ്പി കണ്ടുപിടിച്ചു, 2 എൻതാൽപ്പി കണ്ടുപിടിച്ചു, 1 എൻതാൽപ്പി കണ്ടുപിടിച്ചു, 1 സ്പെസിഫിക് വോളിയം കണ്ടുപിടിച്ചു, 1 2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നു. ഈ കേസിൽ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് ആ ചാർട്ടിൽ പോയിൻ്റ് 2ഉം
പോയിൻ്റ് 1 മാർക്ക് ചെയ്ത് പോയിൻ്റ് എയും മാർക്ക് ചെയ്ത് 4 മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുക. 1 മാർക്ക് ചെയ്താൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള W1 കിട്ടും, H1 കിട്ടും, സ്പെസിഫിക് വോളിയം കിട്ടും, ഡ്യൂ പോയിൻറ്റും കിട്ടും. അതുപോലെ തന്നെ 2 മാർക്ക് ചെയ്യുമ്പോൾ 2ലെ W2 കിട്ടും, 2ലെ H2 കിട്ടും. എ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ എയിലെ W2വും എയിലെ HAയും കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് ആ വാല്യൂസ് എടുക്കാവുന്നതാണ്. ഇനി മാസ് ഓഫ് ദ എയർ ഫ്ലോയിങ് ത്രൂ ദ കൂളിംഗ് കോയിൽ, കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ്, അതെന്ന് പറയുന്നത് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയമാണ്. അതായത് ഫ്ലോ റേറ്റ് എത്രയാണോ ആ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കിലോഗ്രാം പെർ മിനിറ്റ് മാസ് കിട്ടുന്നു. 226.2 കിലോഗ്രാം പെർ മിനിറ്റ് ആണ് മാസ്. ഇനി കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി കാണാം. നമുക്കറിയാം കൂളിംഗ് കോയിൽ നടക്കുന്ന പ്രോസസ്സ് 1 to 2 ആണ്. സോ MA ഇൻറ്റു H1 മൈനസ് H2 ചെയ്യുന്നു. അതായത് 1 to 2 പ്രോസസ്സിലെ എൻതാൽപ്പി ഡിഫറൻസ് ഇൻറ്റു കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് മൾട്ടിപ്ലൈ ചെയ്താൽ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി കിട്ടും. MA അറിയാം, H1 H2 അറിയാം. സോ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി 8709 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടുന്നു. അതിനെ പിന്നെ TRലേക്ക് മാറ്റി 41.5 TR എന്ന് കിട്ടുന്നു. ഇതാണ് കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി, 41.5 TR. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം പോയിൻ്റ് 1ൽ നിന്ന് പോയിൻ്റ് 2ലേക്ക് വന്നു. അപ്പോൾ പോയിൻ്റ് 1ലെ എന്താണോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉള്ളത്, അതുപോലെ പോയിൻ്റ് 2ൽ എന്താണോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉള്ളത്, അപ്പോൾ ആ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ഡിഫറൻസ് എടുക്കുന്നു, ഇൻറ്റു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എത്ര എമൗണ്ട് വാട്ടർ വേപ്പറാണ് റിമൂവ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അതാണ് ഇവിടെയും ചെയ്തത്. MA ഇൻറ്റു W1 മൈനസ് W2. കാരണം പോയിൻ്റ് 1ലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുതൽ, അതുകൊണ്ട് W1 മൈനസ് W2 എന്നെടുത്തു. പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഗിവൺ ഡേറ്റയിൽ ഇക്വേഷൻസ് യൂസിലുണ്ട്. MA ഇൻറ്റു W2 മൈനസ് W1 അല്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. W1 മൈനസ് W2. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ പ്രോസസ്സിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ ഡിഫറൻസ് എടുക്കുക. ഏറ്റവും ഹയർ ആയിട്ടുള്ള വാല്യൂ മൈനസ് ലോവർ ആയിട്ടുള്ള വാല്യൂ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുക്കുക. ആ ഡിഫറൻസ് ഇൻറ്റു മാസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര എമൗണ്ടാണ് റിമൂവ് ചെയ്ത വാട്ടർ വേപ്പർ അത് റിമൂവ് ആയി പോയത്, അത് ലിക്വിഡ് ഫോമായി റിമൂവ് ആയത് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ MA ഇൻറ്റു W1 മൈനസ് W2 ആണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടിയ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മൈനസ് കുറഞ്ഞ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. സോ MA ഇൻറ്റു W1 മൈനസ് W2, അതിൽ MA നമുക്കറിയാം, W1ഉം W2 അറിയാം. നമുക്ക് 2.08 കിലോഗ്രാം പെർ മിനിറ്റ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് ഈസ് 2.08 കിലോഗ്രാം പെർ മിനിറ്റ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാട്ടർ വേപ്പർ റിമൂവ് ചെയ്തത്? കൂളിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് എയറിനകത്തുള്ള വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്താണ് റിമൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര എമൗണ്ട് കണ്ടൻസായി റിമൂവ് ആയി? 2.08 കിലോഗ്രാം പെർ മിനിറ്റ് എന്ന രീതിയിൽ റിമൂവ് ആയി. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 2.08 കിലോഗ്രാം പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പോയിൻ്റ് 1 മാർക്ക് ചെയ്യുന്നു, പോയിൻ്റ് 4 മാർക്ക് ചെയ്യുന്നു. ദെൻ പോയിൻ്റ് 1ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. പോയിൻ്റ് 4ലെ എല്ലാ കാര്യങ്ങളും സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. ദെൻ നമ്മൾ പോയിൻ്റ് 2 കണ്ടെത്തുന്നു. പോയിൻ്റ് 2 കണ്ടെത്താൻ വേണ്ടി നമ്മൾ ബൈപ്പാസ് ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് പോയിൻ്റ് 2ലെ ടെമ്പറേച്ചർ കണ്ടെത്തുന്നു. അങ്ങനെ പോയിൻ്റ് 2 ആ 1,4 എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണ് വരുന്നത് എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ പോയിൻ്റ് 2വിന് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിൻ്റ് 2വിലെ എല്ലാ കാര്യങ്ങളും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താം. ഇനി ലാസ്റ്റ് കാര്യമാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ HA മൈനസ് H2 ഡിവൈഡ് ബൈ H1 മൈനസ് H2. അപ്പോൾ അവത്തിന്ന് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ 0.377 എന്ന് കിട്ടുന്നു. ഇനി ഈ ഇക്വേഷൻ ഡയറക്റ്റ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൽ സെൻസിബിൾ ഹീറ്റും വേണം, ലേറ്റൻറ്റ് ഹീറ്റും വേണം. കാരണം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ
സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ HA-H2 ആണ്. അപ്പോൾ നമുക്ക് എയിലെ എൻതാൽപ്പി അറിയാം, 2ലെ എൻതാൽപ്പി അറിയാം. സോ HA-H2 എടുത്താൽ സെൻസിബിൾ ഹീറ്റ് കിട്ടും. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ H1 - HA. 1ലെ എൻതാൽപ്പിയും എയിലെ എൻതാൽപ്പി അറിയാം. സോ H1 - HA എടുത്താൽ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ വാല്യൂവും കിട്ടും. ദെൻ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. ദെൻ അതിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ 0.377 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനും മറ്റു പ്രോസസ്സുകളും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.